ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ബൊട്ടം ഫോണിലൊക്കെ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഒന്ന് ക്ഷമിച്ചേക്കണേ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമോ ഞാൻ കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഉള്ള ഒരു പൊട്ട ഫോണും വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അവനാണെങ്കിൽ അവന് വട്ടാവും. ഒരാഴ്ച കൊണ്ട് ചെറിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ക്ലാരിറ്റിയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മോന്തയ്ക്കും നമ്മുടെ വീഡിയോസിനും ഒക്കെ ഇത്രയൊക്കെ ക്ലാരിറ്റി ഉള്ളൂ കേട്ടോ. അതിനിപ്പം കൂട്ടണമെന്ന് വെച്ചാൽ നടക്കുമോ എനിക്കറിയത്തില്ല കേട്ടോ. എന്നെങ്കിലുമൊക്കെ നടക്കും കേട്ടോ. വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. നമുക്ക് ഒത്തിരി നേരം കാര്യമൊന്നും പറയണ്ട ഇന്ന് കേട്ടോ. ജോലിയെല്ലാം ചെയ്ത് വളിച്ച മോന്തയായിട്ട് വന്നിരിക്കും. ഒത്തിരി ജോലി ചെയ്തിരുന്ന് എനിക്കങ്ങ് വയ്യ കേട്ടോ. വണ്ടിക്ക് ആകെ ഷെഡിലെങ്ങാനും പോയി കിടക്കട്ട് കേട്ടോ. വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ. ഞാനല്ല നിങ്ങൾ കേട്ടോ. പതുക്കെ അതിന് വേദനിക്കാതെ വെള്ളം ഒഴുകി. എൻ്റെ സ്നേഹം മാത്രം മതിയെന്ന് പറഞ്ഞ് രാവിലെ വന്നിട്ടുണ്ട് ഇവിടെ. ശമ്പളം വേണ്ട, സ്നേഹം മാത്രം മതിയെന്നും പറഞ്ഞ് ഒഴുക്കി. ഞാൻ എടുക്കുന്നുണ്ട്, നോക്കണ്ട. പാവം ഇന്നും വന്നിട്ടുണ്ട്. ശമ്പളം വേണ്ടെന്നാ പറയുന്നത് കേട്ടോ. ശമ്പളം വേണ്ട ഞങ്ങൾക്ക് സ്നേഹം മാത്രം ചോദിക്കുന്ന എൻ്റെ പിയ പാവം. ഇങ്ങോട്ടേക്ക് വരുമല്ലയോ പാവം. രാവിലെ ഇവിടെ വന്ന് കറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടൊക്കെ ഒന്ന് കഴുകിയിട്ട് തരാൻ. എന്നോട് ചോദിക്കുക ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ. ഓ തെന്നി വീഴരുത് കേട്ടോ. പതുക്കെ. ഇന്നലെ എന്നെ കാണാതെ ഒളിച്ച് പാത്ത് പോയി ഇവിടെ കേട്ടോ. ഇവിടെ എങ്ങും കയറാതെ പാത്ത് പോയി. എന്നിട്ട് ഇന്ന് രാവിലെ എന്നെ സോപ്പിടാൻ വന്നേക്കുക. അതുകൊണ്ട് ഞാൻ പണി കൊടുത്തു. വെള്ളം ആ പുല്ലവിടെ നിൽക്കുന്നുണ്ട്. അത് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് പോയിക്കോളും. വെയിലായി തുടങ്ങി രാവിലെ കേട്ടോ. വെയിലായി തുടങ്ങിയെന്നേ. മൊബൈൽ സ്റ്റാൻഡ് അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോഴേ നമ്മുടെ തുടങ്ങി നമ്മള് പരിപാടി തുടങ്ങി. നമ്മള് മീൻ അടപ്പ വെച്ചു. ഇന്ന് ചേമീനാ. എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ ഞാൻ വന്ന നാളുമ്പോൾ ഇങ്ങനെ എന്നോട് ഇവിടെയൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. ചേമീൻ അതെന്തൊരു മീനാന്ന് എനിക്കറിയത്തില്ല. ചുമന്നേ നമ്മുടെ മഞ്ഞക്കോരയല്ല അതുമാതിരി ഒരു മീൻ. വലിയ മീനാവുന്ന കേട്ടോ ഇത് ചേമീൻ. അതങ്ങോട്ട് കട്ട് ചെയ്തുകൊണ്ട് വന്നേ. അപ്പോഴെനിക്ക് ജോലിയില്ലായിരുന്നു. കരി അങ്ങ് വാരി വെച്ചാൽ പോരായിരുന്നു. കടുകൊക്കെ വറുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉടായിപ്പിലെ ഇന്ന് ഞങ്ങൾക്ക് ഉടായിപ്പിലെ കാപ്പിയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പുട്ടില്ലാഞ്ഞത് കൊണ്ട് എൻ്റെ പിക്ക് ഭയങ്കര സങ്കടം വന്നപ്പോഴേ ചോദിച്ചു പാൽ കാപ്പിയാണ് ഞങ്ങൾ ഇട്ടത് കേട്ടോ. ഇന്ന് പുട്ടില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുട്ട് കൊടുക്കുന്നതല്ല, എന്നെ കളിയാക്കും. എന്ന് ഇവിടെ പുട്ടാന്നോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇന്ന് ഇവിടെ പുട്ടില്ല. ഞാൻ പിന്നെ പാൽ കാപ്പി ഇട്ട് കൊടുത്തു. പിന്നെ പഴവും. നമ്മൾ പിന്നെ വേറെന്ത് കഴിച്ചേ? വയനല്ല, നമ്മളെന്തോ ഇല്ല മടക്കി ഒരു സംഭവം കഴിച്ചല്ലോ. എന്തോ തേരളി വഴങ്ങിയതും പിന്നെന്തുമായിരുന്നു, പിന്നെ ബ്രെഡ്. ഇതൊക്കെ ഞങ്ങൾ ഇന്ന് കഴിച്ചത്. കുഞ്ഞുവാവയുടെ കൂട്ടി ഞങ്ങൾ ഇന്ന് കാപ്പി കുടിച്ചത് കേട്ടോ. തെരളി ഉണ്ടായിരുന്നു. തെരളി ഇനി ഇരിപ്പുണ്ട്. നല്ല തെരളിയായിരുന്നു ഇല്ലയോ? തെരളി ഇനി ഇരിപ്പുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കേട്ടോ. നല്ല തെരളിയായിരുന്നു. വയണയിലയുടെ മണം. എൻ്റെ സാറേ എന്തിനു മണമാണെന്നറിയാമോ? വയണയില തെരളി സൂപ്പറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മീനിന്റെ പരിപാടിക്ക് നിന്നേ.
ഞങ്ങൾക്ക് ചോറായി. പിന്നെ അതേണ്ട ഇന്ന് കോവയ്ക്ക മെഴുക്ക് വരട്ടി, കോവയ്ക്ക ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് വരട്ടി വെക്കണം. പിന്നെന്തോ നമുക്ക് കറി വേണ്ടേ? പറ. ഇന്നല്ല എൻ്റെ പിയുടെ ഇഷ്ടത്തിനാണ് വെക്കുന്നത്. ഇനി എന്തോ കറി? സാമ്പാർ വെക്കാൻ പറയരുത്, കായം കുറവാണെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ നമ്മൾ എന്തോ കറി വെക്കുന്നത്? സാമ്പാർ അല്ലാത്ത എന്തിനു കറിയാ? ഇന്നലെ പുളി വെച്ചു. പിന്നെ എന്തിനു കറി വെക്കണ്ടേ? മാങ്ങാക്കറി വെച്ചാൽ മതിയോ? മാങ്ങ ഇരിപ്പോണ്ട് ഇവിടെ. എനിക്കൊരാൾ കടം തന്നു, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. എനിക്ക് ഇന്നലെ ഒരാൾ കടം തന്നു. മാങ്ങാക്കറി മതിയോ? നമ്മളെ എന്താ മുളക് ഇട്ടതല്ലേ മീൻ കറി. അന്നേരം നമുക്ക് ഇച്ചിരി മാങ്ങാക്കറി കൂട്ടാം. ഇന്നലെ ഒത്തിരി ദിവസമായി മാങ്ങാക്കറി കൂട്ടിയിട്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മാങ്ങാക്കറി കേട്ടോ. നമ്മുടെ മീനൊക്കെ തിളച്ച് വന്നു. ഇത്തിരി പെമ്പിള്ളാരുണ്ട് കള്ളത്തര. എനിക്ക് 10 തേങ്ങ എല്ലാവരോടും ഞാൻ ചോദിക്കും, 10 തേങ്ങ. അന്നേരം ഇന്നലെ വണ്ടി വന്ന് നിന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം, സുപ്രു വണ്ടിയിൽ ആരെന്തോ കൊറിയർ കൊണ്ടുവന്നാലും അത് ഞാനാ കൊടുത്ത് വിട്ടേണം. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വണ്ടി ആയിട്ടല്ലേ ഇതൊക്കെ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞാൻ വണ്ടിയാ. എന്നിട്ട് ഓരോരുത്തരാണെങ്കിൽ വെളിച്ചെണ്ണ ആട്ടാൻ, കൊപ്ര ഉണക്കുന്നു. അതും ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തരണേന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ വെളിച്ചെണ്ണയെ നോക്കി ഇരിക്കുവാന്നേ. എനിക്ക് എളുപ്പം ഒരു 5 കിലോ, കുറഞ്ഞത് ഒരു 5 കിലോ വെളിച്ചെണ്ണ തരണം കേട്ടോ. ഞാൻ ആ വെളിച്ചെണ്ണയെ നോക്കിയിരിക്കാം. ഞാൻ വേറെ വാങ്ങിക്കത്തില്ലേ എങ്ങൊന്നും കേട്ടോ. ഞാൻ വേറെ എങ്ങൊന്നും വാങ്ങിക്കത്തില്ല. ആ വെളിച്ചെണ്ണയെ നോക്കിയിരിക്കുക. തേങ്ങ എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ജയചേച്ചി ഇന്നലെ വരെ ഞാൻ അങ്ങനെ തേങ്ങ അടത്തിയെന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് എനിക്ക് ഒരു കരിക്ക് തന്നില്ലേ. ഞാൻ കരിക്ക് കുടിച്ചിട്ട് എത്ര നാളായെന്നറിയാം. മറ്റേ അപ്പുറത്ത് തേങ്ങ അടത്തുമ്പം നമ്മുടെ ഇവിടെ ചെവറിന് ഒരു തെങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അടത്തുമ്പോൾ ഇപ്പം എങ്ങും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെ എങ്ങും ഇല്ല. തെങ്ങൊക്കെ ഉണ്ട്, മണ്ടരി ബാധിച്ച പന്ന തെങ്ങുകൾ നിൽപ്പുണ്ട്. കരിക്ക് കുടിച്ചിട്ട് എത്ര നാളായി. ഇവിടെ അണ്ണനും ഇരുന്ന് കൊതി പറയുന്നേക്കാം, തേങ്ങ അടത്തുന്ന ഒരു കരിക്ക് ഞങ്ങൾക്ക് തരണേ. നമ്മുടെ ഈ നാട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നതിന് ഞങ്ങൾക്ക് ഒരു കരിക്ക് തരണേ കേട്ടോ. സത്യമായിട്ടും കൊതിയായിട്ടാണ്. അപ്പോഴേ അരിഞ്ഞു വെച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടു. അയ്യോ ഒത്തിരി ഉണ്ടോ ഇത്? ഒത്തിരി ഉണ്ടോ മെഴുക്ക് വരട്ടിക്ക്? നമ്മുടെ മീൻകുട്ടനെ എടുത്ത് വെച്ചിട്ട് ഇത്തിരി നേരം ആയല്ലോ. തിളച്ച് വറ്റിയൊക്കെ വന്നു കേട്ടോ. ഉപ്പ് നോക്കണ്ട, ഉപ്പ് നോക്കിയില്ല. ഞാനേ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഈ മീനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഇതേലെ മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ ഏറ്റവും വലിയ മീൻ മത്തിയായിരിക്കും നമ്മുടെ അവിടെയൊക്കെ കേട്ടോ. ഇതേപോലെയുള്ള വലിയ മീനുകളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ കടമനാട്ട് ചന്ത പണ്ടേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചന്തയാണല്ലോ കടമനാട് ചന്ത. എല്ലാം ഉണ്ടെന്ന് നേരത്തെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ട ഒരു അറിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേ ഇവിടെ വന്ന് പിന്നെ നമ്മുടെ അണ്ണൻ എന്നെ വിരട്ടാൻ തുടങ്ങി. മര്യാദയ്ക്ക് കഴിച്ചോണം, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കൊണ്ടുവിടുമെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് പേടിച്ച് ഞാൻ ഗത്യന്തരമില്ലാതെ അങ്ങ് കഴിച്ചു തുടങ്ങി. ഇപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ. നല്ല മീനാണ്. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. വറ്റി വന്നു നമ്മുടെ മീൻ. അപ്പോൾ വാങ്ങി വെച്ചിട്ടിനി നമുക്ക് മാങ്ങാക്കറി വെക്കാം കേട്ടോ. മാങ്ങാക്കറിക്ക് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, അരച്ചും വെച്ചു. പിന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തയ്ക്ക തോരനും വെക്കാം. കോവയ്ക്ക മെഴുക്ക് വരട്ടി അവസാനം. അപ്പോൾ സരസു എന്തെങ്കിലും അറിയുന്നോ? സരസു നമ്മളെ വാഴയെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് വീഴുമോ? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അവിടെ ഉതക്കി നിന്നാൽ മതിയോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും അവൾ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒഴിച്ചില്ല, അവൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമെന്ന്. ഇതെല്ലാം ഞാൻ കേൾക്കണം കേട്ടോ. എല്ലാം ഒടുങ്ങി വീഴുവാ. മര്യാദയ്ക്ക് വന്ന് ഇവിടെ കൊല വേണമെങ്കിൽ വന്ന് അവിടെ ചെന്ന് ഓതയായിട്ട് നിന്നു കേട്ടോ. എനിക്കും അയ്യോ ഓതയായിട്ട് നിൽക്കാൻ. 2 കൊല ഒടിഞ്ഞ് വീണ് കേട്ടോ. ഇതെല്ലാം അറിയുന്നുണ്ടോ? ഒന്നും അറിയണ്ടാലും ഇപ്പോഴും. പാവം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. മാങ്ങാക്കറി മാങ്ങ വേവട്ടെ. ഒന്നുമില്ല, നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് കേട്ടോ.
മാങ്ങക്കറിയുടെ മാങ്ങയൊക്കെ വെന്ത് ഇനി അങ്ങ് കരക്കി ചേർത്താൽ മതി കേട്ടോ. എളുപ്പം വേവുന്ന മാങ്ങയാണല്ലോ. ചട്ടിയൊക്കെ ചൂടായി സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ. ഇത് നമുക്ക് കടുക് വറുത്ത് വയ്ക്കാം കേട്ടോ. ചട്ടി നല്ല ചൂടായിട്ടിരിക്കുക. ചട്ടിയേ നല്ല ചൂടായിട്ടിരിക്കുക. കറി തിളക്കണ്ട കേട്ടോ, കറി തിളക്കണ്ട. ഇന്ന് വെയിലിന് വലിയ ചൂടില്ലല്ലയോ? അത് ഞാനിനി ഇവിടെ നിൽക്കുന്നോണ്ടായിരിക്കും അല്ലയോ? ഞാനിവിടെ നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്നോണ്ടായിരിക്കും വെയിലിന് ചൂടില്ലെന്ന് തോന്നുന്നതിൽ. ആ ഞാൻ വിചാരിച്ചിരുന്നു വെയിലിന് ചൂടില്ലെന്ന് കേട്ടാ. ഭയങ്കര ചൂട്. എൻ്റെ അമ്മേ, എൻ്റെ അയ്യോ, എന്തൊരു ചൂടോ. പൊള്ളുന്നേലിയോ? പൊട്ടാൻ തുടങ്ങുന്നു. അവിടെ കിടന്ന് പൊട്ടട്ടെ. പൊട്ടാൻ തുടങ്ങുന്നു. കടുകേ പൊട്ടാൻ തുടങ്ങുന്നു. അവിടെ കിടന്ന് പൊട്ടട്ടെ. അത്ര ഉള്ളത്തില്ലല്ലോ. അതിന് അത്ര സൗകര്യം ഉള്ളത്തില്ലല്ലോ എന്നെ പേടിപ്പിക്കാനായിട്ട്. ചട്ടിയുടെ ചൂടുള്ളത് കൊണ്ട് കറി ഇന്നങ്ങ് ചൂടായിരിക്കും. വേറെ നമ്മൾ തിളപ്പിക്കുന്നു. തിളപ്പിച്ച എന്തോ ഇങ്ങനെ പിന്നെ അതാ വേറെ തിളപ്പിക്കാൻ ചേട്ടാ. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. പൊട്ടണ കടുകേ. കറിവേപ്പില ഇട്ടില്ലല്ലോ നമ്മള് കറിവേപ്പില ഇട്ടില്ലല്ലോ മാങ്ങാക്കറിക്ക്. ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ. പൊട്ടുന്നു പൊട്ടുന്നു പൊട്ടുന്നു. അയ്യോ പൊട്ടുന്നു. കടുക് പൊട്ടുന്നുണ്ട്. നമ്മുടെ ഏത്തക്കും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ കടുക് പൊട്ടിക്കാൻ ഒരാളിരിക്കുന്നു ഇവിടെ കേട്ടോ. ഷൂന്ന് കേട്ടോ? ഷൂന്ന് കേട്ടോന്ന്? ഷൂന്ന് കേട്ടോ? ഞാൻ കടുക് വറുത്തത്. ആ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്ക് ഏത്തക്ക തോരൻ വെക്കാവേ. അത് ഉപ്പിട്ട് കൊടുത്തില്ലേ? ഏത്തക്ക എന്നോട് പറഞ്ഞത് പയറിട്ടാൽ നല്ലതാണ്. പക്ഷെ പയർ ഇടണമെങ്കിൽ ഇച്ചിരി രാവിലെ വെള്ളത്തിലൊക്കെ എടുത്തിടണം. ആ വെള്ളത്തിലൊന്നും ഇപ്പോഴല്ലേ നമ്മുടെ കൊല ഒടിഞ്ഞു വീണത്. ഈ ഏത്തക്ക മാത്രമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. വേവട്ടെ വേവട്ടെ. എൻ്റെ പിയേക്ക് അറിയാം കേട്ടോ എല്ലാം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓഫാക്കത്തില്ലേ? നമ്മൾ ഓഫാക്കുമല്ലോ മൊബൈൽ. അപ്പോഴേ എന്നോട് ചോദിക്കുകയാണേ നിർത്തിയോ നിർത്തിയോ? നിർത്തി. ഇനിയും ഇടുമോ? ഇനിയും ഇടും. ഓണാക്കി ഞാന്. ഓണാക്കി വീണ്ടും നിർത്തിയില്ല കേട്ടോ. വെയില് കൊള്ളാതെ അവിടെ അങ്ങനെ കേറി ഇരിക്കും. കരിഞ്ഞു പോവും. ഓ കരിയണ്ട. കരിയണ്ട. എന്നിട്ട് പറയണം ഞാൻ ഇനിയും കരിയിച്ചെന്ന്. വെയിലത്ത് ഇറക്കി കരിയിച്ചെന്ന് പറയാനില്ലേ? എനിക്കറിയാം. എനിക്കറിയത്തില്ല ചത്തു പോകുമ്പോ എന്തോ ചെയ്യുമെന്ന്. എന്നെ പേടിപ്പിക്കാനെങ്ങാനും വരുവോ? എന്നെ പേടിപ്പിക്കാനൊന്നും വന്നേക്കരുത്. എനിക്ക് പേടിയാന്നേ. എന്റെ പുറകെ വരുമെന്ന് നിങ്ങൾ കേട്ടോ? ദൈവമേ എനിക്കറിയത്തില്ല. എന്റെ പുറകെങ്ങും വന്നേക്കരുത്. അല്ലെങ്കിൽ തന്നെ എന്നെ തട്ടിക്കൊണ്ട് പോകാനിരിക്കുക കേട്ടോ. അണ്ണൻ അറിയാതെ. അണ്ണൻ ഇത് വല്ലതും അറിയുന്നതാണ്ടാ. അണ്ണൻ രാവിലെ പോകും. എന്നെ തട്ടിക്കൊണ്ട് പോകാനിരിക്കുന്നത് ഇവിടെ ഒരാള് കേട്ടോ. നാളെ മുതൽ ഇവിടെ കേറ്റുപോയി. ഇനി അണ്ണൻ അറിയരുത്.
വിമാനത്തിൽ പിടിച്ചോണ്ട് പോവും. അങ്ങനെയാന്ന് എന്നെ തട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഭയങ്കര സിനിമ സ്റ്റൈലിലാ തട്ടിക്കൊണ്ട് പോകുന്നത് എന്നെ കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരു പറക്കുമല്ലയോ. ആ സിനിമ സ്റ്റൈലിലാ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നത്. എനിക്ക് വയ്യ എന്റെ ദൈവമേ. എന്റെ അണ്ണൻ ഇതൊന്നും കേൾക്കുന്നതും ഇല്ല. പാവം എന്റെ കൂടെ വരായിരിക്കും. എന്റെ വീട്ടിൽ ഞാൻ പോകുന്നില്ല. അതാ എന്നെ കളിപ്പിച്ചതാ. എന്റെ കൂടെ വരാനിരിക്കുമല്ലയോ. ബൈക്കിനകത്തോ? ബൈക്ക് പഠിത്തം ഒന്നും ആയില്ല. പഠിക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ പോണം അതിനകത്ത് കേട്ടോ. നമുക്ക് കാറ് വാങ്ങിക്കണം. ഓഹ് എന്തെല്ലാം സ്വപ്നങ്ങളാ എന്റെ പിയുടെ. ഞാൻ കാറ് വാങ്ങിക്കണം എന്ന് നിങ്ങൾ കേട്ടോ? ഇത് നിങ്ങൾ കേട്ടോ? എന്റെ പിയുടെ സ്വപ്നങ്ങള്. ഞാൻ കാറ് വാങ്ങിക്കണം. എന്തൊക്കെ സ്വപ്നങ്ങളാ ഇല്ലയോ അല്ലയോ. തോരന് കടുക് വറക്കാം കേട്ടോ. എന്നിട്ട് നമുക്കേ പിന്നെ നമ്മുടെ കടുക് വറക്കത്ത് തീർന്നില്ല. എന്തൊരു കഷ്ടമാന്ന് പറയാം ഇത്. എന്തൊരു കടുക് വറപ്പാ ഇത്. കടുക് വറുത്ത് ജന്മം പാഴായി. ആ നമ്മുടെ കടുകൊക്കെ വറുത്ത് കേട്ടോ മൊത്തം പൊട്ടി കഴിഞ്ഞു. പപ്പടം അല്ല കടുക്. ഓ പപ്പടന്മാര് ഒത്തിരി ദിവസമായി കണ്ടിട്ട്. ഇപ്പൊ ഞാൻ ഒത്തിരി ദിവസമായി കണ്ടിട്ട്. നമ്മുടെ തോരന് കടുക് വറുത്ത് കേട്ടോ. ഇനി നമുക്ക് മെഴുക്കുവരട്ടി വയ്ക്കാം. മെഴുക്കുവരട്ടിയും കൂടെ വെച്ച് കഴിയുമ്പം നമ്മുടെ കലാപരിപാടികൾ ഇവിടെ കഴിയും. ഇവിടെ കഴിയും. സ്റ്റേജിലെ പരിപാടി കഴിയും കേട്ടോ. ഇച്ചിരി നേരം കിടക്കണമല്ലോ, അതുകൊണ്ട് അവസാനം വെച്ചു. ഇത് ഇത്തിരി നേരം കിടന്നല്ലേ മൂത്ത് വരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അവനെ അവസാനമാക്കിയത്. അത് ശരി. ഒന്നര വരെ കുറച്ച് പാത്രമുണ്ട്, അതുകൂടെ കയ്യിൽ വെച്ചാൽ എളുപ്പമാണല്ലോ. നമ്മുടെ പരിപാടി കഴിയല്ലോ ഇല്ലേ. അപ്പോഴപ്പോഴേ കഴിഞ്ഞാലേ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ. കഴിയട്ടെ കേട്ടോ. എൻ്റെ മൊബൈലിൽ ഞാൻ ഇവിടെ വെച്ചേക്കാം. വെള്ളം വീണാ പോയി. അല്ലെങ്കിൽ തന്നെ അവനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിരിക്കാം. ഇങ്ങോട്ട് തിരിയടാന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മുടെ കേക്ക് വരട്ടിയും റെഡിയായി. ഒരാളെ ഇല കണ്ടിച്ച് വെക്കാൻ കഴിക്കാനേ ഇല കണ്ടിച്ച് വെക്കാം, പിന്നെ കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഇല കണ്ടിക്കാൻ പോയി. ഇവിടെ അനക്കും ആവുകയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മെഴുക്ക് വരട്ടി എല്ലാം റെഡിയായി കേട്ടോ. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ചോറുണ്ടാ മതിയല്ലോ. അതും ഒരു പരിപാടിയല്ലോ. അതും കൂടെ ആകുമ്പം കിടന്നുറങ്ങാം. ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്തൊന്നുമില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല ഉച്ചയ്ക്ക് ഉറങ്ങിയ. പിന്നെ എൻ്റെ ശരീരം മുഴുക്കോ വേദനയാണ്. പിന്നെ അയ്യോ ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ അതുകൊണ്ട് ഉറങ്ങത്തതേ ഇല്ല ഉച്ചയ്ക്ക് കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കും, സിറ്റ് ഔട്ടിലിരിക്കും. ഇനിയിപ്പോൾ എത്തി കഴിയുമ്പോൾ അങ്ങ് തണലാവും നമ്മുടെ അവിടെ. അപ്പോഴാണ് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. കൊച്ചൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ. പിടിക്കുക അതിനങ്ങ് കഴിച്ചുകൊണ്ടാ മതി. അയ്യോ പിടിക്കുന്നുണ്ട്. ചോറ് വേണോ?
വേണ്ട, എല്ലാം മതിയല്ലേ, വെക്കം കഴിച്ചാൽ മതിയല്ലയോ. ഇന്നിപ്പോൾ ഊണ് കഴിഞ്ഞ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാലുകളും കസേരകളും എല്ലാം തുടച്ച് വെച്ചു കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതിനകത്തൊന്നും ഒന്നും പൊടിയോ ഒന്നുമില്ലെന്ന്, പക്ഷേ പൊടിയൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് പിന്നെ ഇരുന്നും നിന്നും കിടന്നും എല്ലാം ഞാൻ ഇതെല്ലാം തുടച്ച് വെച്ചു. ഈ കാലിനകത്തൊക്കെ പൊടി ഇരിക്കും കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ആ കസേരയുടെ കൂട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഈ നമ്മുടെ ടേബിളിൻ്റെ കാലിനൊക്കെ പൊടിയുണ്ട് കേട്ടോ. മിക്കവാറും ഞാനങ്ങനെ തുടച്ച് വയ്ക്കും, എനിക്കല്ലെങ്കിൽ അങ്ങ് ദേഷ്യം വരും. ഇപ്പം അങ്ങനെ ഇതൊക്കെയായിരുന്നു. പിന്നെ അമ്മണിക്ക് ദേ കുറച്ച് മേളിൽ കഴുകാനിട്ടേക്കുന്നു. അത് ഇനി അവൾ കഴുകി കഴിയുമ്പോഴത്തേന് ചെന്ന് എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോഴതേ നമ്മുടെ പെരയ്ക്കകത്തോട്ടതേ അസ്തമിക്കാൻ പോകുന്നു കേട്ടോ സൂര്യൻ. ദേ നമ്മുടെ ഇവിടെ ഹാളിൻ്റെ ഇവിടെ വരെ വരും കേട്ടോ, അസ്തമിക്കാനുള്ളതാണ്. അസ്തമയം കാണണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ മതി. ഇതേ ഇവിടെ വന്നാൽ മതി കേട്ടോ. ഇവിടെ അല്ല, അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാനിന്ന് ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് എനിക്കിന്ന് വയ്യ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. ഇന്നത്തെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.